Causes of soil or land pollution. The causes of soil pollution can be broadly classified into two, direct and indirect. മണ്ണ് മലിനീകരണത്തിന്റെ കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഡയറക്റ്റ് കോസ് എന്നും ഇൻഡയറക്റ്റ് കോസ്. നമുക്ക് ഡയറക്റ്റ് കോസ്. The major direct causes of soil pollution are, first one, poor waste management. Waste are unwanted and useless substances resulting from different human activities. It includes sewage, sludge, domestic and municipal solid waste, industrial and agricultural solid waste, and liquid waste. There is no effective and efficient waste management. It is the cause of soil pollution. Soil pollution ഡയറക്റ്റ് കോസിൽ ആദ്യത്തത് പുവർ വേസ്റ്റ് മാനേജ്മെന്റ്. വളരെ പരിതാപകരമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ്. നമുക്കറിയാം, വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ വേസ്റ്റ് എന്ന് പറയാം. അപ്പൊ അതിനകത്ത് മലിനജലം ഉണ്ടാകാം, ചെളി ഉണ്ടാകാം, വീടുകളിൽ നിന്നും മറ്റ് മുനിസിപ്പൽ ഏരിയയിൽ നിന്നുണ്ടാകുന്ന സോളിഡ് വേസ്റ്റ് ഉണ്ടാകാം, ഇൻഡസ്ട്രിയും അഗ്രികൾച്ചർ സോളിഡ് വേസ്റ്റ് ഉണ്ടാകും, ലിക്വിഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ ഇവയൊന്നും ഡിസ്പോസ് ചെയ്യാനുള്ള നല്ല സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ അത് മണ്ണ് മലിനീകരണത്തിലേക്ക് അത് നയിക്കപ്പെടും. സെക്കൻഡ് കോസ്, ആപ്ലിക്കേഷൻ ഓഫ് അഗ്രോ കെമിക്കൽസ്. In modern agriculture, chemical fertilizers and pesticides are used to get increased yield. Very often, these cause pollution to soil. This will increase salinity of the soil. നമുക്ക് ഒന്ന് മണ്ണിൽ ഉപയോഗിക്കുന്ന കാർഷിക രാസവസ്തുക്കളാണ്, രാസവളങ്ങൾ, കാര്യമായ രാസവളങ്ങളും കീടനാശിനികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വിള വർധനവിന് വേണ്ടി. ഇത് നമ്മുടെ മണ്ണിനെ മലിനീകരിക്കും. മണ്ണിന്റെ സാനിറ്റി ഇത് വർദ്ധിക്കാനും മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയാനും കാരണമാകും. തേർഡ് വൺ, faulty sanitation practices. Faulty methods of sanitation cause soil pollution. A considerable number of people in India don't have sanitation facilities. Some parts of the land are polluted due to human excreta. It is a source of infection. There are no proper methods for efficient collection, removal, and disposal of solid waste. Thus, insanitary habits of the people are an important cause of soil pollution. തെറ്റായ ശുചിത്വ രീതികളൊക്കെയാണ്. നമ്മുടെ രാജ്യത്ത് ഭൂരിഭാഗം ആളുകൾക്ക് നല്ല രീതിയിലുള്ള ശൗചാലയങ്ങളില്ല. പല ഏരിയകളിലും മനുഷ്യന്റെ വിസർജ്യങ്ങള് പൊതു സ്ഥലങ്ങളിലേക്ക് ആണ് വരുന്നത്. അത് നമ്മളെ മണ്ണിനെ മലിനീകരിക്കും. തുറന്ന സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം അത് മഴയിലും നമ്മുടെ മണ്ണിനെ മലിനീകരിക്കുന്നതാണ്. ഇവയൊന്നും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വേസ്റ്റിനെ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും റിമൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. അപ്പം ആളുകളുടെ വൃത്തിയില്ലാത്ത സ്വഭാവവും ഒക്കെ നമ്മുടെ സോയിൽ പൊല്യൂഷന് കാരണമാകും. മറ്റൊന്ന്, സാലിനേഷൻ ഡ്യൂ ടു ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് ആണ്. Irrigation and flood will increase the salinity of the soil. This has adverse effects on soil productivity. അപ്പോൾ ഇറിഗേഷൻ അതുപോലെ തന്നെ ജലസേചനം, വെള്ളപ്പൊക്കം മുതലായി ഉണ്ടാവുന്ന മണ്ണിന്റെ സാലിനിറ്റി വർദ്ധിക്കലാണ്. അപ്പൊ അത് സ്വാഭാവികമായി മണ്ണിന്റെ സാലിനിറ്റി വർദ്ധിക്കുമ്പോൾ അത് മണ്ണിന്റെ പ്രൊഡക്ടിവിറ്റിയെ പ്രതികൂലമായി ബാധിക്കുകയും മണ്ണിനെ അത് മലിനീകരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, soil erosion. Soil erosion leads to loss of soil productivity. Soil nutrients are washed away. നമുക്കറിയാം നമ്മുടെ മണ്ണിന്റെ ഉൽപാദനക്ഷമത കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം മണ്ണൊലിപ്പ് തന്നെ. നമ്മുടെ അശാസ്ത്രീയമായ കൃഷി രീതിയിലൂടെ നമ്മുടെ മണ്ണിന്റെ ഫെർട്ടൈൽ പാർട്ട് പലപ്പോഴും ഒഴുകി പോവുകയാണ്. അപ്പൊ അതിലൂടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയുകയും മണ്ണിന്റെ പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യും. അത് മണ്ണിനെ മലിനീകരിക്കും.
Next, indirect causes. Okay, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട indirect causes. First one, acid rain. It occurs due to acid deposition in air. This acid deposition comes from the motor vehicles, factory, etc. When the acid rain falls on the earth's surface, the soil is polluted. Living components of both water and soil are damaged. Even non-living things in the earth is also affected by acid rain. അപ്പോൾ ഇൻഡയറക്റ്റ് കോസിൽ ആദ്യത്തെ ആസിഡ് റെയിൻ ആണ്. എന്തുകൊണ്ട് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്? ആസിഡിന്റെ ഡെപ്പോസിഷൻ അന്തരീക്ഷത്തിലുള്ളതുകൊണ്ട്. ഇത് എവിടെ നിന്ന് വരുന്നു? നമ്മുടെ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറിയിൽ നിന്നൊക്കെയാണ് ഇത് പുറത്തുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ആസിഡ് റെയിൻ സംഭവം ഉണ്ടാകുമ്പോൾ, അമ്ലമഴ ഉണ്ടാകുമ്പോൾ നമ്മുടെ മണ്ണ് പൊള്യൂട്ട് ചെയ്യും. മണ്ണിനകത്തുള്ള പല വെള്ളമടക്കമുള്ള ഇവയൊക്കെ എന്താണ് ഡാമേജ് ആകാൻ കാരണമാകും. അപ്പോൾ നോൺ ലിവിങ്, ജീവനില്ലാത്തവ പോലും, മണ്ണിലുള്ള ജീവനില്ലാത്തവയെ പോലും നശിപ്പിക്കാനായിട്ട് ആസിഡ് റെയിൻ കഴിയും. മറ്റേ സെക്കൻഡ് വൺ, ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ഇറ്റ് പൊല്യൂട്ട്സ് ദ സോയിൽ. ദേ ഹാവ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ലിവിങ് തിങ്സ്. രണ്ടാമത് ഇൻഡയറക്റ്റ് കോസ് ആയിട്ട് നമ്മൾ പറയുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ഡിസ്പോസൽ ആണ്. നമുക്കറിയാം മണ്ണിനെ ദീർഘകാലം പൊല്യൂട്ട് ചെയ്യുന്ന ഒന്നാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ മണ്ണിലുള്ള ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കും, മണ്ണിനെ മലിനീകരിക്കും. ഇതൊക്കെയാണ് മണ്ണ് മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.